ലോക സമാധാനത്തിന്റെ ആളായി മാറിയ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു രാജ്യത്തിന്റെ തലവനോട് ചോദിക്കുന്നത് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാമോ എന്നാണ്. വേറെയെങ്ങുമല്ല, റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ആക്രമിക്കാമോ എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചത്. ഒരു ടെലിഫോൺ സംഭാഷണത്തിലാണ് ട്രംപിന്റെ ഈ ചോദ്യമുണ്ടായത്. മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നീ വലിയ നഗരങ്ങൾ ആക്രമിക്കുവാൻ സാധിക്കുമോ എന്നാണ് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചത്. സെലൻസ്കിയുടെ മറുപടിയും മോശമായിരുന്നില്ല. കൂടുതൽ ആയുധങ്ങൾ അമേരിക്ക നൽകുകയാണെങ്കിൽ ആക്രമണം നടത്തുമെന്നാണ് സെലൻസ്കി ഇതിന് മറുപടി നൽകിയത്. നേരത്തെ ഉക്രൈന് സൈനിക പിന്തുണ നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. റഷ്യക്കും സഖ്യരാജ്യങ്ങൾക്കും മേൽ തീരുവ ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഉക്രൈനിലേക്ക് പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം അടക്കമുള്ളവ അയക്കുമെന്നും ട്രംപ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ കൂടാതെ റഷ്യൻ കയറ്റുമതിക്ക് മേൽ 100% നികുതി ചുമത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് രണ്ടാം ഘട്ട തീരുവ ചുമത്തുന്നതും പരിഗണനയിലാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഉക്രൈനുമായി സമാധാന കരാറിലെത്താൻ 50 ദിവസത്തെ സമയപരിധിയും ഡൊണാൾഡ് ട്രംപ് റഷ്യക്ക് നൽകിയിരുന്നു. അതേസമയം റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്നും നാറ്റോയും അറിയിച്ചിരുന്നു. US കോൺഗ്രസിലെ മുതിർന്ന സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു അധിക തീരുവ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നത്. 100% തീരുവ ഈ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വ്ളാഡിമിർ പുടിനോട് ഇന്ത്യയും ബ്രസീലും ചൈനയും സമാധാന ചർച്ചകൾ ഗൗരവമായി കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കണം, അല്ലെങ്കിൽ ശക്തമായ തീരുവ ഈ രാജ്യങ്ങളുടെ മേലും ചുമത്തുമെന്ന് മാർക്ക് റൂട്ടെ പറഞ്ഞിരുന്നു. നേരത്തെ ഇതേ പുടിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ട്രംപ് ഏറെ വാചാലനായിരുന്നു. സമാധാന കരാറിലെത്താൻ ഉക്രൈനേക്കാൾ റഷ്യയാണ് കൂടുതൽ സന്നദ്ധമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശ ഉണ്ടെന്ന് തന്നെ ട്രംപിന് പറയേണ്ടി വന്നു. അതിന്റെ പ്രതികരണമായിട്ടാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലും തന്ത്രപ്രധാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താനായി ഉക്രൈനെ രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നത്. റഷ്യക്കെതിരെ ഉപയോഗിക്കാനായി ഉക്രൈന് ആയുധം നൽകാനുള്ള തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഈ കാര്യം ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചതിന് ശേഷമാണ് ട്രംപ് സെലൻസ്കിയെ വിളിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയോടുള്ള തന്റെ നിലപാട് മാറ്റത്തിന്റെ ഉദ്ദേശം റഷ്യയെ വേദനിപ്പിക്കുക എന്നതാണെന്നും അതിനുശേഷം ചർച്ചയ്ക്ക് അവരെ നിർബന്ധിക്കുക എന്നതാണെന്നും ട്രംപ് സൂചന നൽകിയതായും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് പുടിൻ, എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാവരെയും അയാൾ ബോംബിട്ട് കൊല്ലുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യൻ നിലപാടിനോട് കടുത്ത നിരാശ പ്രകടിപ്പിച്ച ട്രംപ് ഉക്രൈന് സൈനിക സഹായം നൽകുന്നതിനായി നാറ്റോയുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടുണ്ട്. 3 വർഷത്തോളമായി തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോഴാണ് ഉക്രൈന് ആയുധം നൽകുന്നത് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നത്. ട്രംപ് ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത് പുടിനെയാണ്. ചെറിയ രാജ്യങ്ങളെ ഭയപ്പെടുന്ന പോലെ ആവില്ല ഇനിയുള്ള കാര്യങ്ങൾ. റഷ്യക്കൊപ്പം ഉത്തര കൊറിയയും ചൈനയും ഇറാനും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ആ ഒരു കൂട്ടായ്മയെ നേരിടാൻ അമേരിക്കയും നാറ്റോയും ഇറങ്ങിത്തിരിച്ചാൽ വിജയിക്കുമോ എന്നതും സംശയകരമാണ്.